അങ്ങനെ കാത്തിരിപ്പുകൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് ഞങ്ങളുടെ ടൂറിൻ്റെ ദിവസം ഇങ്ങെത്തി. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുന്നത്. അശ്വിനിയുടെ അച്ഛനാണ് ഞങ്ങളെ അന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടുവിട്ടത്. ഞാനും അശ്വിനിയും ജോബും അനന്തും ഉണ്ടായിരുന്നു. 8:30 ആയപ്പോഴത്തേക്കിന് എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. 9:15 ഞങ്ങൾക്കുള്ള ട്രെയിൻ വരുന്നത്. അതുവരെ ഞങ്ങൾ അവിടെ വെയിറ്റിങ്ങിലായിരുന്നു. എല്ലാവരും പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അങ്ങനെ 9:15 ആയപ്പോഴത്തേക്കിന് ട്രെയിൻ വന്നു. ഞങ്ങളെല്ലാവരും കയറി ഇരിക്കുകയും ചെയ്തു. പിന്നെ രാത്രി ആയതുകൊണ്ട് അധികം ബഹളം വെപ്പൊന്നും നടക്കാത്തത് കൊണ്ട് എല്ലാവരും പോയി കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 10-10:30 ആയപ്പോഴത്തേന് എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ പോയിരുന്നു. അങ്ങനെ രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ എല്ലാവരും വൈബിലായി. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വെച്ചപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ മനസാറും മനസാമിസും കൂടെ പാട്ടൊക്കെ പാടി വൈബാക്കുമായിരുന്നേ. അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പിട്ടാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലെ യാത്രയെ എല്ലാവരും കൂടെ ചേർന്ന് നല്ല വൈബാക്കി മാക്സിമം എൻജോയ് ചെയ്തു ട്രെയിനിലിരുന്നാണെങ്കിലും. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്നായിരുന്നു പിന്നത്തെ പാട്ടും ബഹളമൊക്കെ. രാത്രിയിൽ ഇതൊന്നും പറ്റാത്തതിൻ്റെ കേടും കൂടെ പകലങ്ങ് തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മിറർ സെൽഫിയുടെ തിരക്കായിരുന്നു. എല്ലാവരും ഓടി നടന്ന് ഓരോ മിററിലും പോയി അങ്ങ് ഫോട്ടോ എടുപ്പായിരുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ടു നിന്ന യാത്രയ്ക്ക് ശേഷം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി, മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്നാണ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് തന്നെ. ഇവിടുന്നാണ് ഞങ്ങളുടെ പാക്കേജർ ഞങ്ങളെ പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടം വരെ എത്തുന്നതായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും അവരവരുടെ സാധന സാമഗ്രികളൊക്കെ പറക്കിക്കൊണ്ട് ഓരോരുത്തരായിട്ട് ഇറങ്ങാനും തുടങ്ങി. പിന്നെ ഇവിടാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ നല്ല ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നോക്കുകയാണ് എല്ലാവരുടെയും എല്ലാ സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടോ എന്ന്. എന്തെങ്കിലും ഒരു സാധനം മിസ്സായി പോയി കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണല്ലോ. അങ്ങനെ എല്ലാവരും സേഫായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കടക്കുക എന്ന് പറയുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്ത് വന്നു. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ള റോഡിലാണ് ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബസ് പാർക്ക് ചെയ്തെടുക്കുന്നിടത്തോട്ട് നടന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂറത്തെ യാത്രയുണ്ട് ഇവിടുന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട്. അങ്ങനെ ഞങ്ങൾ നടന്നാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ബസ്സിൻ്റെ അടുത്തെത്തി. ലഗേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് പറക്കിയിട്ടിട്ട് യാത്ര തുടങ്ങി. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇന്ന് അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.